മന്മഥനോ എത്രയായി കണ്ടിട്ട്? ഇതൊക്കെ നമ്മുടെ പ്രോഡക്റ്റുകളൊക്കെ എങ്ങനെയുണ്ട്? നല്ല മൂവ്മെന്റ് ഉണ്ടോ? കുഴപ്പമില്ലാണ്ട് പോണ്. മറ്റേ തുമ്മലിന് എങ്ങനെയുണ്ട്? ഏത് തുമ്മലിന്റെ സാധനം സൂപ്പർ ആട്ടോ. അത് നന്നായിട്ട് പോണ്ട്. കാരണം ആൾക്കാർക്ക് ഒരുവിധ ആൾക്കാർക്കൊക്കെ തുമ്മലുണ്ട്. ഡസ്റ്റ് അലർജിന്റെ ക്ലൈമാറ്റിന്റെ ഒരു കുഴപ്പമാണെന്ന് തോന്നുന്നത്. അത് നന്നായി പോണ്ട്. പിന്നെ മറ്റേ ശോധനയ്ക്കുള്ളതോ? തുമ്മലിന് പറഞ്ഞെടുത്ത് കഴുകി. കുഴപ്പമില്ല, നിങ്ങളെ കണ്ടോണ്ട് വന്നാ. മറ്റേ ശോധനയുടെ എങ്ങനെ ഉണ്ട്? ശോധനയും കുഴപ്പമില്ല. ശോധനയൊക്കെ നല്ല ശോധനയാന്ന് പറയുന്നുണ്ട്. ചൊറിച്ചിലിന്റെ പുതിയ പ്രോഡക്റ്റ് വരുന്നുണ്ട്. അതേതാ? ചൊറിച്ചിലിൻ. എന്തായാലും നിങ്ങളെ കമ്പനിന്റെ മരുന്നിന്റെ പേരൊക്കെ ഉസാറാ. അതെ, നമ്മുടെ കമ്പനിയുടെ ഒരു പ്രത്യേകതയാണ്. ഈ സാധാരണക്കാരന് പെട്ടെന്ന് ഒരു കടയിൽ വന്നാൽ അതിന്റെ പേര് പറയാൻ പറ്റും. അതാണ് കുട്ടിയൊക്കെ അവര് പറയാലോ. പിന്നെ വേറൊരു സന്തോഷം പറയാനാ ഞാൻ. എന്താണ്? നമ്മുടെ വേറൊരു മുട്ടിന്റെ പുതിയ പ്രോഡക്റ്റ് വരുന്നുണ്ട്. ഇത് കാൽമുട്ട്? അതല്ല, ശ്വാസമുട്ടിന്റെ. ഓ, ശ്വാസമുട്ടിന്. അപ്പൊ അത് ലോഞ്ചിങ് ആയിട്ടുണ്ട്. എന്താ അതിന്റെ പേര്? ശ്വാസലിൻ. ഇപ്പറഞ്ഞ മാതിരി തന്നെ. അതെ. അപ്പൊ ഞാനിപ്പോ നമ്മുടെ ഇവിടെയുള്ള 3 ഡോക്ടർമാരെയും കണ്ട് 3 ആളും പ്രിസ്ക്രൈബ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. ആരൊക്കെ? നമ്മുടെ ഫൽഗുണനും ശീതളനും രാധാകൃഷ്ണനും. ഫൽഗുണനും ശീതളനും ഓക്കെ. രാധാകൃഷ്ണൻ നിങ്ങളെടുത്ത് വെക്കാന്ന് അറിഞ്ഞോ? രാധാകൃഷ്ണൻ ഡോക്ടർ ശരിക്കും എന്റെ കണ്ടു നോക്കി പറയുങ്ങള് വെക്കൂല മൂപ്പര്. ഈ രാധാകൃഷ്ണൻ ഡോക്ടർ എങ്ങനെ ആയിപ്പോയേ? നിങ്ങൾ ഈ ഇറക്കുന്ന ഉഡായിപ്പ് മരുന്നൊന്നും മൂപ്പര് ആർക്കും എഴുതൂല. മൂപ്പര് നല്ല മരുന്ന് മാത്രം എഴുതുന്ന ഒരു മനുഷ്യനാ. നിങ്ങൾ അങ്ങനെ പറയരുത്. ഞങ്ങളുടെ കമ്പനിയുടെ മരുന്ന് അത്ര മോശമൊന്നുമല്ല. നമ്മളെ പോലെ ആൾക്കാർക്ക് അറിയാലോ. 100 പേര് കഴിച്ചു കഴിഞ്ഞാൽ 10 പേരുടെ അസുഖങ്ങളും മാറണം. മാറും. അത് ശരിയാ. അല്ല മധുക്ക, ഈ രാധാകൃഷ്ണൻ ഡോക്ടർക്ക് ഇടയ്ക്ക് കമ്പനി ഒരു AC കൊണ്ട് കൊടുത്തു. അയാൾ തിരിഞ്ഞു നോക്കില്ല. നോക്കൂല. നിങ്ങൾ AC കാറുകൊണ്ട് കൊടുത്തു നോക്കി. മൂപ്പര് ആട്ടുങ്ങളെ. ഈ രാധാകൃഷ്ണൻ ഡോക്ടർക്ക് വീക്ക്നെസ് എന്തെങ്കിലും ഉണ്ടോ? നമുക്ക് അതിൽ പിടിക്കാം. കൊണ്ടുവരും. മൂപ്പര് വീക്ക്നെസ് എന്താ അറിയോ? ഉടായ്പ മൂപ്പരെടുത്ത് നടക്കൂല. കരണക്കുറ്റിക്ക് കിട്ടുങ്ങൾക്ക്. അതാ. അല്ല, അയാൾ വാങ്ങില്ലെങ്കിൽ തൊട്ടപ്പുറത്ത് 2 ഇരിപ്പുണ്ടല്ലോ, ആ ശീതളനും ഫൽഗുണനും. ഓ, ആർത്തി പണ്ടാരങ്ങളല്ലേ? ദൈവമേ, ഇടയ്ക്ക് ശീതളൻ ഡോക്ടർക്ക് ഒരു വാഷിംഗ് മെഷീൻ കൊണ്ട് കൊടുത്തു നമ്മുടെ കമ്പനിയിൽ. വാഷിംഗ് മെഷീനോ? അത് കൊടുത്തപ്പോ അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല. പുള്ളി പ്രതീക്ഷിച്ചത് ഫുള്ളി ഓട്ടോമാറ്റിക്കാ. കമ്പനി കൊടുത്തത് സെമി ഓട്ടോമാറ്റിക്കാ. അത് മേടിച്ചു വെച്ചിട്ട് എന്നോടൊരു ചോദ്യം, മന്മഥ, ഈ തുണി ഇപ്പുറത്തിനടുത്ത് ഉണക്കാൻ ഇപ്പുറത്തേൽ ഇടണമല്ലോ, അത് ഇടാനായിട്ട് ഒരു സ്ത്രീയെ നിങ്ങൾ കമ്പനി നിയമിച്ചു തരുമോ? ഉളുപ്പില്ലാത്തൊരു മനുഷ്യല്ലേ ഇയാളെ കണ്ടല്ലോ. ഇവിടുന്ന് മയ്യത്തായിട്ട് അങ്ങോട്ട് പോയാലുണ്ടല്ലോ, നൂൽപ്പാലത്ത് കൂടെ പോയിട്ട് നരകത്തിലേക്ക് തള്ളിയിട്ടാൾ മൂപ്പരെ. ഇപ്പൊ നിങ്ങളെ കേസും അത് തന്നെ. അതിന് അതിനൊത്താശയല്ലേ നിങ്ങളൊക്കെ? അപ്പൊ നിങ്ങളിപ്പോ മൂപ്പർക്ക് വാഷിംഗ് മെഷീൻ കൊണ്ട് കൊടുത്ത് നമുക്കൊരു സോപ്പും പെട്ടി ഇത്രയും കാലം എടുത്ത് തന്നിക്കണോ? ഇതൊക്കെ അങ്ങനെ പറയരുത്. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും കമ്പനി തന്നെ 10 ബോക്സ് എടുക്കുമ്പോൾ 10 ബോക്സ് ഫ്രീ തരണുണ്ട്. ശരി കേട്ടാ. പിന്നെ ഇനിയിപ്പോ നമ്മുടെ പുതിയ ശ്വാസലിൻ ഉണ്ടല്ലോ, ശ്വാസലിൻ 10 ബോക്സ് എടുക്കുമ്പോൾ 12 ബോക്സ് ആണ് ഫ്രീ തരാൻ പോണേ. പിന്നെ ഇതൊക്കെ ഇതിപ്പോ ഡോക്ടറെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ആര് വന്ന് ചോദിച്ചാലും ധൈര്യമായിട്ട് കൊടുക്കാം കേട്ടോ. ഉറപ്പാണല്ലോ. പിന്നെ സംഗതി വിദേശത്തുനിന്ന് വരണാണിത്. ഏടുന്ന്? വിദേശത്തുനിന്ന്. പൊട്ടുമ്പോഴേ പാക്ക് മന്മതായി. ഇവിടെ ആ സെഡില് കുമ്മായും കുറുന്തോട്ടിയും വെച്ചുണ്ടാക്കണ സാധനം ഞങ്ങളെ കുളിക്കുക. പറയും. ഞാൻ ഇതിന്റെ ക്ലാസ്സിൽ പോയിരുന്നു. 100-ൽ പരം എലികളെ പിടിച്ച് ശ്വാസമുട്ടുള്ള എലികളെ പരീക്ഷണം നടത്തിയിട്ട് ഇറക്കി വരുന്ന സക്സസ് ആയി. അല്ല, എലികൾക്ക് ശ്വാസം മുട്ടുണ്ട്? ശ്വാസം മുട്ടില്ലാതെ ഇപ്പൊ ആരാ ഉള്ളേ? പിന്നെ അപ്പൊ നിങ്ങൾ ഓർഡർ പറ, എത്ര എടുക്കട്ടെ? ഒരു 10 ബോക്സ് നിക്കട്ടെ, ഞാൻ മാർക്കറ്റ് എങ്ങനെ ഉണ്ട് നോക്കട്ടെ. നിങ്ങളെ അഭിപ്രായമൊക്കെ അറിഞ്ഞിട്ട് വെക്കാം. സുഖേട്ടാ, ശ്വാസലിനോ 10 ബോക്സാ? 10 വരില്ല കേട്ടോ, ഒരു 5 എണ്ണം തരാം. ഒരു 2 days കഴിഞ്ഞിട്ട് വേണമെങ്കിൽ 10 എണ്ണം തരാം. നോക്കട്ടെ, ഞാൻ എത്തിച്ചേരാം കേട്ടോ. ശ്വാസലിന്റെ ഡിമാൻഡ് ആൾക്കാർ. നാളെ തുമ്മലിങ്ങനെ ഇതേ ആക്ടിങ് ഇനി അനക്കൊന്ന് മാറ്റി പിടിച്ചൂടെ മന്മഥാനക്ക്? ഓ, ചമ്മി. ഈ ചമ്മലിന് നിങ്ങളെ കമ്പനി ചമ്മലിങ് പറഞ്ഞിട്ട് മരുന്നിട്ട് ഇറക്കുണ്ടോ? ഇല്ലല്ലേ? അതെ. ഇപ്പൊ ഞാൻ എന്തായാലും 5 ബോക്സിന് ഓർഡർ കൊടുക്കും. കൊണ്ടുവരും. ഇവിടെ എവിടെയും സ്ഥലം ഉണ്ടെങ്കിൽ ഞാൻ വെക്കാം. അങ്ങനെ പറയല്ലോ, മാക്സിമം. എന്താ വേണ്ടേ? എനിക്കൊരു മുട്ടുവേദന, അതിനെന്തെങ്കിലും ഒരു മരുന്ന്. വയറിലിൻ കുടിക്കും. വയറിലിൻ കുടിക്കും. നല്ല മരുന്നല്ലേ വയറിലിൻ? മുട്ടുവേദന അതിന് ഏറ്റവും നല്ല മരുന്നാണ് വയറിലിൻ. ഡോക്ടറെ കാണാൻ പോയതാ. പക്ഷെ ഇവിടുന്ന് പറഞ്ഞിട്ട് മരുന്ന് കിട്ടുന്നുണ്ട്, പിന്നെ പൈസ വെറുതെ ഡോക്ടർ കൊടുത്തിട്ടുണ്ട്. അത് അതിന്റെ ആവശ്യമൊന്നുമില്ല. ഇത് 2 ഗുളിക വെച്ച് 3 നേരം കഴിക്കണം. കഴിയുമ്പോഴേക്കും വയറ്റിൽ നിന്ന് ചിലപ്പോൾ പോയാലും ഒന്നും വിഷമിക്കരുത്. മുട്ടുവേദന വയറ്റിലൂടെ അതിലൂടെ അങ്ങ് പോകും. അത് മുട്ടുവേദന പോകുന്നതാണ്. ഒരു കുഴപ്പമില്ല, ധൈര്യമായിട്ട് കഴിയോ. അല്ല, വേറെ സൂക്കടൊന്നും അന്നേരം എന്തെങ്കിലും ക്ഷീണോ അസ്വസ്ഥത തോന്നിക്കഴിഞ്ഞാൽ നാളെ ഇവിടെ വന്നിട്ട് ശ്വാസലിൻ എന്ന് പറഞ്ഞൊരു മരുന്നുണ്ട്, ഗുളിക. അതും കൂടെ വേണമെങ്കിൽ ഒരു സ്ട്രിപ്പ് മേടിച്ചോ. ഒരു സ്ട്രിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 15 ഗുളിക വരും. അത് പിന്നെ രാവിലെ ഒന്ന് രാത്രി ഒന്ന് കഴിച്ചാൽ നിങ്ങൾ എടുത്ത ഡോക്ടർ? മൂപ്പര് ഡോക്ടറല്ല, ഡോക്ടർമാർക്കൊക്കെ മരുന്ന് പറഞ്ഞു കൊടുക്കുന്ന ആളാ, റെപ്രസെന്റേറ്റീവ്. അതുകൊണ്ട് ഇത് കഴിച്ചോളി, ഇങ്ങോട്ട് മാറിക്കോളും. ഒരു 18 റുപ്യ.
ഇല്ല ലേറ്റ് ആണേ. മുട്ടയ്യ ആ തുമ്മലുണ്ടോ? ആ ഇടക്കിടക്കുണ്ട്. ഉണ്ടോ? ആ കുഴപ്പമില്ല, ഇത് കഴിച്ചാൽ മതി. ഇതൊക്കെ ഏടെ കൊണ്ട് കേൾക്കൂടോ ഈ? അതെ, ഇതൊക്കെ നാളെ അയാൾ ശ്വാസലിൻ മേടിക്കാൻ വരും. വരുമ്പോ തുമ്മലിനും കൂടെ കൊടുക്കണം. വല്ലാത്ത പകയം തന്നെ ട്ടോ ഈ. നിങ്ങൾ കച്ചവടം ചെയ്യാനല്ലേ ഇരിക്കണത്, അല്ലാതെ പുണ്യം ചെയ്യാനൊന്നും അല്ലല്ലോ. നീ എന്ത് പഠിക്കുമ്പോ ഇതൊക്കെ കച്ചവടം? മുട്ട് വേനക്ക് വയറിലി ഈ ചെല്ല്. ടവലൊന്നുമില്ലേ? എത്രയാ ടോക്കൺ? എത്രയാ ടോക്കൺ എടുക്കണോ? ടോക്കൺ എടുത്തിട്ട് ഇതുവരെ നീ എന്നോട് ഇവിടെ ആദ്യം വന്നു. നീ അതെ പിന്നെ നീ ഞാൻ ശരിക്കും ഇതെന്താ പോവാത്ത ടോക്കൺ എത്രയാ ടോക്കൺ? എത്രയാ? എന്റെ 12 അടുത്ത പോണം. അടുത്തതാണല്ലേ? എന്ന് പറ്റി നീ? ഭയങ്കര ശ്വാസം മുട്ടാ, കൊറേ കാലായിട്ടുണ്ട്. എവിടെയാ സ്ഥലം? എവിടെയാ? ഞാൻ കാസർഗോഡ്. ആ കാസർഗോഡ്. കണ്ട നോക്ക്, കാസർഗോഡ് കാണാൻ വരുന്നുണ്ടോ? നല്ല സൂപ്പർ ഡോക്ടറാ. കാസർഗോഡ് എവിടെയാണ് എപ്പോഴും കാണിക്കാറ്? ഞാൻ ഇവിടെ പണിക്കൊന്ന് കൊറേ മാസായി. ഞാൻ നിങ്ങൾ കാസർഗോഡുകാരെ പറ്റി കൊറേ കേട്ടിട്ടുണ്ട്. എന്ന് കേട്ടി നീ? അല്ല, നിങ്ങൾ നല്ല മനുഷ്യരാണ്, എല്ലാരെയും സഹായിക്കും. നമുക്ക് ഇങ്ങോട്ട് തിരിച്ചിട്ട് ഒരു സഹായം ആരും ചെയ്യില്ല. അതാ നിങ്ങളത് പ്രതീക്ഷിക്കണില്ല എന്നൊക്കെ എല്ലാരും പറയണ കേൾക്കാം. ആദ്യമായിട്ടാ ഞാനൊരു കാസർഗോഡുകാരനെ കാണുന്നത്. നന്നായത്. ഞങ്ങള് കേറിക്കോട്ടെ, ഞങ്ങള് കേറിക്കോട്ടെ. ടോക്കൺ എത്രയാണ്? 18. 18? 12 ഞാൻ കയറണ്ട്. ഒരു ഉപകാരം. അയ്യോ, അങ്ങനെ ഉപകാരം ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് പണി ഇപ്പൊ. കേറിക്കോട്ടെ, ഒട്ടും വയ്യ, അതുകൊണ്ടാ. കേറിക്കോ. ആയിട്ടാ വരട്ടെ. കാണാം. ഡോക്ടറെ കണ്ടിട്ട് അവിടെ വെയിറ്റ് ചെയ്യും. അങ്ങനെ ശീതളൻ ഡോക്ടറെ കണ്ടിട്ട് ഉടനെ അങ്ങോട്ട് വരാം. അടുത്ത ഞാൻ ഉടനെ കാണും. അടുത്ത ഞാൻ തന്നെ കണ്ടോളാം. അടുത്തത് നമുക്ക് കേറാം. എത്ര ടോക്കൺ? 150. 150 എനിക്ക് വേണം. അടിക്ക് ആദ്യം ചേട്ടന്റെ നമ്പറാണ് കേട്ടോ ഞങ്ങള് കേറുന്നത്. ആയിക്കോട്ടെ, അത് സാരില്ല. പോയിക്കോ. ശ്വാസം വലിക്കേ ഇവിടൊക്കെ നിക്കലുണ്ടോ? അതെ, കഫക്കെട്ടുണ്ട് വയറിലേക്ക്. ആദ്യം നമുക്ക് ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്യാം. തൊണ്ടയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ? തൊണ്ടയ്ക്കുള്ള പ്രശ്നം ഇവിടെ എന്താ ഉണ്ട്? അപ്പൊ നമുക്ക് തൈറോയിഡ് ഒന്ന് ചെക്ക് ചെയ്യണം. എനിക്ക് ഒരു സംശയം തോന്നി, അതുകൊണ്ട് ഞാൻ പറയണേ. പിന്നെ എക്കോ ടെസ്റ്റ് ഒന്ന് ചെയ്യാം കേട്ടോ. എക്കോ ടെസ്റ്റ് ചെയ്യാം. CT സ്കാൻ ഒന്ന് എടുത്തേക്കാം കേട്ടോ. CT സ്കാൻ, MRI സ്കാനും കൂടി വേണം. MRI സ്കാനും ഉണ്ടെങ്കിലേ ഇപ്പൊ ഈ എൻഡോസ്കോപ്പിയും കൂടിയാണ് ചെയ്തേക്കും. ഡീറ്റെയിൽ അറിയാൻ പറ്റും നമുക്ക്. അപ്പൊ തൽക്കാലം നമുക്ക് മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യാറായിട്ടില്ല. ഈ ടെസ്റ്റ് ഒക്കെ ചെയ്യാം. ഇവിടെ PP സ്കാനിങ് സെന്റർ ഉണ്ട് നമ്മുടെ ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടില്. ഒക്കെ പല ടെസ്റ്റുകളും റോങ് ആയിട്ടാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ടാണ്. അല്ല, അത് നിങ്ങൾക്ക് തോന്നുന്നല്ലോ, എന്റെ വിശ്വാസമല്ലേ അത്. എനിക്ക് വിശ്വാസം ആവണ്ടേ? നിങ്ങൾക്ക് ചികിത്സയ്ക്ക് വേണ്ടിയല്ല, അച്ഛനല്ലേ അത്, അല്ലേ? അതിനുശേഷം നമുക്ക് നോക്കിയിട്ട് മെഡിസിൻ സ്റ്റാർട്ട് ചെയ്താൽ മതി. കാരണം വെറുതെ ഈ മരുന്ന് വാരി പിടിച്ച് കഴിക്കുന്നതിലൊന്നും അർത്ഥമില്ല. അപ്പൊ അങ്ങനെ ചെയ്തോളൂ. പുകവലിയൊക്കെ ഒന്ന് നിർത്തൂ കേട്ടോ. പുകവലിയൊക്കെ ഒന്ന് കുറയ്ക്കുക. മുമ്പ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അതെ, അതിന്റെ ബുദ്ധിമുട്ടുണ്ട്. ലങ്സിലൊക്കെ കഫം നിറഞ്ഞിട്ടുണ്ട് കേട്ടോ. ആര് വന്നിരുന്നു? അപ്പൊ ഒന്നുമില്ല, ചെവിത്തിരി പ്രശ്നം അല്ലേ? അപ്പൊ ശരി എന്നാണ് കേട്ടോ. ഹം
അല്ല ഞാൻ ഒത്തിരി സമയമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നു. ഞങ്ങൾ കുറെ സമയമായിട്ട് കാത്തിരിക്കുക, ഒന്നും പറയാൻ പറ്റൊന്നുമില്ല. ഞാനിപ്പോ ജസ്റ്റ് എനിക്കൊരു 2 minutes മതി. പറ്റില്ല ഡോക്ടറെ. അല്ല അതെ, ഒരു 2 minutes മതി. ഞാൻ ഞങ്ങൾക്ക് അത്രയും സമയം മതി. ഒന്ന് പുറത്തിറങ്ങി ഡോക്ടർ പറഞ്ഞോട്ടല്ല പോ. നിങ്ങളോടല്ലാതെ നിങ്ങൾ വെയിറ്റ് ചെയ്ത് നിങ്ങൾ കുറച്ച് നേരം പുറത്ത് താനിങ്ങോട്ട് വേണം. അല്ല സാർ, ഞാൻ വാതിൽ തുറന്നു കൊടുക്കാം. നിങ്ങൾ കുറച്ച് നേരം പുറത്ത് വെക്കൂ. ഡോക്ടറെ ഒട്ടും വയ്യ. അത് മനസ്സിലാവുന്നുണ്ട്. നിങ്ങളൊരു 10 മിനിറ്റ് പുറത്ത് വെക്കൂ. വെയിറ്റ് ചെയ്യൂ. അവരോട് പറയാം. ഗുഡ് ഈവനിങ് ഡോക്ടർ. എന്ത് ജാതി ആൾക്കാരാ. നമ്മുടെ സുഗത ഫാർമസ്യൂട്ടിക്കൽസിന്റെ പുതിയൊരു പ്രോഡക്റ്റ് വന്നിട്ടുണ്ട്. ശ്വാസ്ലിൻ 500. ഈ ശ്വാസം മുട്ടന് ഉള്ളതാണേ. ശ്വാസ്ലി 500 mg ആണ് സർ. താൻ 500 എന്നൊക്കെ പറയും, 150 പോലും ഉണ്ടാവില്ല. സത്യം പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ പേഷ്യൻസിന് 150 തന്നെ അധികമാണ്. വെറുതെ നമ്മൾ ഹെവി ഡോസേജ് കൊടുത്ത് അവരുടെ ആരോഗ്യം നശിപ്പിക്കണം. സാർ, ഇത് നമ്മുടെ റിസർച്ച് ടീം ഒരുപാട് നാളത്തെ ശ്രമത്തിന് ശേഷം ഡെവലപ്പ് ചെയ്തൊരു പ്രോഡക്റ്റാണ്. അസുഖം മാറുമോ? മാറില്ല. മാറിയില്ലെങ്കിലും സൈഡ് എഫക്ട്സ് ഒന്നും ഉണ്ടാവില്ല ഡോക്ടർ. എന്നാലും പേഷ്യൻസേ. എക്സ്ക്യൂസ് മീ ഡോക്ടർ, ഒരു മിനിറ്റ്. ഒറ്റ മിനിറ്റ്, ഒരു നിമിഷം. നിങ്ങളെ വിളിക്കാന്ന് പറഞ്ഞല്ലോ, നിങ്ങൾ പുറത്തു വെക്കൂ. നമ്മൾ സംസാരിച്ചതിന്റെ ഇടയ്ക്ക് ഞാൻ ഇതങ്ങ് മറന്നു. ഇനി നമുക്ക് എഴുതാമല്ലോ അല്ലേ? ഇതിപ്പോ ഈ ശ്വാസം മുട്ടിന് മാത്രം പറ്റുള്ളൂ. ശ്വാസം മുട്ടെന്ന് ചോദിച്ചാൽ ഡോക്ടർ, ഈ മൂക്കടപ്പ് അനുബന്ധമാണല്ലോ ശ്വാസം മുട്ടൽ. ചെവി വേദനയുണ്ട്, തലവേദന. അപ്പോ അതിൽ നിന്നൊക്കെ ഉണ്ടാവണയാണല്ലോ. എല്ലാത്തിനും ഇത് കുഴപ്പമുണ്ടാവും. ഒരു കുഴപ്പമില്ല, എല്ലാത്തിനും. പിന്നെ ഡോക്ടർ, ഇത് തുമ്മിലിന്റെ കുറച്ച് സാമ്പിൾസ്. തുമ്മിലി ഇടയ്ക്ക് കൊടുക്കാറുണ്ട്. ഇപ്പൊ പിന്നെ സീസൺ. ഇത് ഈ വയറിൻ ഇത് വലിയ കുഴപ്പമില്ല അല്ലേ? ഇത് നല്ലതാ. ഒരു മിഠായി കഴിക്കുന്ന പോലത്തെ ഒരു ഫീലാണ്. ഞാനേ എന്റെ ഡ്രൈവർക്ക് ഇടയ്ക്കിടയ്ക്ക് ലീവ് എടുക്കാൻ വേണ്ടി, അവന് അസുഖമില്ലെന്ന് എനിക്കറിയാം, എന്നാലും വയറുവേദനൊന്നും പറഞ്ഞു വരും. ഞാൻ ഈ സാധനം 2 കൊടുക്കും. പിറ്റേ ദിവസം തന്നെ ഈ മണ്ടൻ, സാർ മരുന്ന് കഴിച്ചു, എല്ലാം ക്ലിയർ ആയി. ഈ മരുന്ന് കഴിച്ചിട്ടേ ഇത് ഒരു സാധനം. ശരി ഡോക്ടർ. അപ്പോൾ ഓക്കെ, താങ്ക് യു.